പാർത്ത ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കളക്ടർ ബ്രോ ഇപ്പോൾ നമുക്കറിയാം വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടപ്പുണ്ട്. അണ്ണാമലയിൽ തമിഴ്നാട്ടിൽ IPS ഓഫീസറായിരുന്നു. പിന്നീട് ആ സേവനം മതിയാക്കി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സിംഗം എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ, ആ അധ്യക്ഷൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, DMKയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ കളക്ടർ ബ്രോ അത്തരത്തിലൊരു നീക്കം നടത്താൻ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക്, പ്രത്യേകിച്ച് BJPയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളാണ് പലരും കാണുന്നത്. അതായത് കേരളത്തിലെ അണ്ണാമലൈ പ്രതീക്ഷിക്കാമോ? അല്ല, അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെയാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അണ്ണാമലയോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് N. പ്രശാന്ത് IAS ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം തമിഴ്നാട്ടിലുള്ള ചില വൃത്തികേടുകൾക്കെതിരായിക്കൊണ്ട്, ഭരണകൂടത്തിൻ്റെ ചില പ്രയാസങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു, അണ്ണാമലൈ നടത്തിയിരുന്നു. അദ്ദേഹം ഒരു IAS ഓഫീസറായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ IAS വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ BJPയുടെ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ അസമത്വങ്ങളുടെ കൂടാരമാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ദ്രവിഡ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടുപ്പിക്കുന്ന ഒരു പണി കൂടെ ഇവിടെയുള്ള ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അവിടെ നിന്നിങ്ങോട്ട് അണ്ണാമലൈ എന്ന പേരിന് വലിയ ഒരു മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ഫയർ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ പറയുന്നത് പോലെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഫയർ ബ്രാൻഡ് എന്ന നിലയിലേക്കൊക്കെ അണ്ണാമലൈ മാറി. പക്ഷെ പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം വേറൊരു അണ്ണാമലൈ, മറ്റൊരു അണ്ണാമലൈ കൂടി നമ്മൾ കണ്ടു. കൂടുതൽ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന, കൂടുതൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ചാട്ടവാറ് കൊണ്ട് സ്വയം ശരീരത്തെ അടിക്കുന്ന, ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന രീതിയിലേക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന പുതിയൊരു മുഖത്തെ നമ്മൾ എവിടെ കണ്ടു? ഈ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ കണ്ടു. അതൊരു അണ്ണാമലൈ യുഗം തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് N. പ്രശാന്തിൻ്റെ കാര്യവും. N. പ്രശാന്ത് എന്താ തെറ്റ് ചെയ്തത്? നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു, ഈ N. പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ, അതായത് IAS ഓഫീസർമാർക്കിടയിലുള്ള ചില കിടമത്സരങ്ങളെ പറ്റി അദ്ദേഹം തുറന്നു പറയുന്നു. അതുപോലെ തന്നെ അതിൽ നടക്കുന്ന ചില ഈ തൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അല്ലാത്തവരെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ നിലപാടിനെയും, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിയും, അതുപോലെ തന്നെ ഈ ജയതിലക്, ഇവരുടെ ഈ രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ആ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിലാണ് N. പ്രശാന്തിനെതിരെ നടപടി, വകുപ്പ് തല നടപടി എടുത്തിരിക്കുന്നത്. വകുപ്പ് തല നടപടി എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. എത്ര കാലം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഏറ്റവും കൂടിയാൽ 6 മാസം. അതിലപ്പുറത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രശാന്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തൻ്റെ പേന എടുത്തുകൊണ്ട് ഫയലിൽ മാത്രം ഒപ്പിടുകയും മേലുദ്യോഗസ്ഥൻ പറയുന്നതും സർക്കാർ പറയുന്നതും മാത്രം കേട്ട് അനീതിയാണെങ്കിൽ ആ അനീതിക്ക് കണ്ണടച്ചുകൊണ്ട് നിന്ന് കൊടുക്കുക എന്നതിലുപരിയായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യും? ഇല്ലാതാക്കി കളയും എന്നതാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഉത്തരേന്ത്യയൊക്കെ നോക്കിയിട്ട് നമ്മൾ വലിയ വാചകം അടിക്കും. എന്താണ് ഉത്തരേന്ത്യ അങ്ങനെയാണ്, ഉത്തരേന്ത്യ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാചകം അടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ജേക്കബ് തോമസ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയതേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് സസ്പെൻഷനുകളുടെ ഘോഷയാത്ര, പെൻഷൻ തടഞ്ഞു വെക്കൽ തുടങ്ങി എല്ലാ ആളുകളോടും പ്രതികാര നടപടി എന്നോണമാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ പിണറായിയോട് അടുത്ത് നിൽക്കുന്ന കുറേ ആളുകൾ എന്തെങ്കിലുമൊക്കെ പുസ്തകം എഴുതിയാൽ അത് പോയി പ്രകാശനം ചെയ്യും. അതിനൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ നിലപാട്. പക്ഷേ IAS ഓഫീസർമാർക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു തമ്മിലടിയുണ്ട്. ഇതൊരു നല്ല രീതിയിലല്ല പോകുന്നത്. IASകാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ നയിക്കേണ്ട ആൾക്കാരാണ്. അവർ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രൊഫൈൽ ആളുകളാണ് IASകാർ, അഥവാ ജില്ലാ കളക്ടർമാർ എന്നൊക്കെ പറയുന്നത്. അതിന് മുകളിലേക്ക് IAS ഓഫീസർമാർ നിരവധിയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് അവർ ചെയ്യേണ്ട അവരുടെ ഉദ്യമത്തിന് പകരം അവർ പലതിൻ്റെയും പിന്നാലെ പോവുകയാണ്. പദവിയുടെ പിന്നാലെ, രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ, ഭരിക്കുന്ന ആളുകളുടെ താല്പര്യത്തിന് പിന്നാലെ, ഈ പറയുന്നത് പോലെ കിടമത്സരങ്ങൾ, തമ്മിൽ തൊഴുത്തിൽ കുത്ത്, പിന്നെ ഈ വാട്സപ്പ് രാഷ്ട്രീയം എന്ന് തുടങ്ങി ഏതൊക്കെയോ മേഖലകളിലേക്ക് ഒരു സാധാരണക്കാരൻ എന്തൊക്കെയാണോ അവൻ്റെ മാനസികമായിട്ടുള്ള ഈ നമ്മൾ പറയില്ലേ, നമുക്ക് അസൂയയും കുശുമ്പും എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലേക്കുള്ള കാര്യങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് IASകാരൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്
എന്നുള്ളതാണ് സത്യം. ഇത് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത്, എൻ പ്രശാന്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മികച്ച ഒരു കളക്ടറായിരുന്നു. മികച്ച കളക്ടറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്, കോഴിക്കോട് അദ്ദേഹം കളക്ടറായി പ്രവർത്തിക്കുന്ന സമയത്താണ് എൻ പ്രശാന്തിനെ കേരളം അറിയുന്നത്. ആരാണ് എൻ പ്രശാന്ത് എന്നുള്ള കാര്യത്തിൽ ഇത്രയ്ക്കൊരു മികച്ച, കോഴിക്കോടിന് ഒരുപാട് കളക്ടർമാർ വന്നിട്ടുണ്ട്. പി ബി നൂഹ് അടക്കമുള്ള പി ബി സലീം അടക്കമുള്ള ഒരുപാട് കളക്ടർമാർ കോഴിക്കോട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മികച്ച കളക്ടറാണ് എൻ പ്രശാന്ത്. അവിടെ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതി ത്രിമൂർത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല വിറ്റാണത്. കാരണം അത് രസകരമായ ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ പൊതുനിരത്തുകളിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ആളുകളുണ്ട്. പൊതുനിരത്തുകളിൽ മൂത്രമൊഴിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് വെച്ചാൽ നടപടിയെടുക്കാം. പക്ഷേ എന്ത് തെളിവുണ്ട്? ഒരു തെളിവില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ത്രിമൂർത്തി ഒരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ അങ്ങനെയാണത്. അതിലേക്ക് ഫോട്ടോ എടുത്ത്, ഈ പബ്ലിക് റോഡിൽ മൂത്രമൊഴിക്കുന്നത് ഫോട്ടോ എടുത്ത് അദ്ദേഹം കളക്ടറായിരിക്കുന്ന സമയത്ത് അയച്ചു കൊടുത്താൽ ഉടൻ നടപടിയാണ്. അത്ര ഒരു നടപടി അദ്ദേഹം കോഴിക്കോട് നടപ്പിലാക്കി. മാത്രമല്ല, കോഴിക്കോട്ടെ റോഡുകളിൽ സ്ഥിരമായി അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റോഡുകളിൽ, നിരത്തുകളിൽ വലിയ കുഴികൾ വന്ന് നിൽക്കുന്ന സമയത്ത് അതിനെ അടയ്ക്കാൻ സർക്കാരിന് എന്തായാലും നടക്കുന്നില്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഴി നിരത്താൻ വേണ്ടി നിങ്ങളുടെ കൈത്താങ്ങ്, നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് സന്ദേശം അയക്കുകയും അങ്ങനെ സ്പോൺസർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നിരത്തുകളിലെ കുഴികൾ അടയ്ക്കുന്ന പദ്ധതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. അതുപോലെ കോഴിക്കോട് പലതരത്തിലുള്ള, ഇപ്പോൾ ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി. ഈ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞൊരു പദ്ധതി, എല്ലാത്തിനും വെറൈറ്റി പേരിടും അദ്ദേഹം. സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞൊരു പദ്ധതി ഈ ഓട്ടോ തൊഴിലാളികളെയും യാത്രക്കാരെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുരക്ഷിതമായ യാത്ര, മാന്യമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. കൃത്യമായ വിഷനുള്ള ഒരു IAS ഓഫീസർ അതായിരുന്നു എൻ പ്രശാന്ത്. കലക്ടർ ബ്രോ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം കൂടി അതാണ്. അദ്ദേഹം എവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ അദ്ദേഹം ശ്രമം നടത്താറുണ്ട്. പക്ഷെ അവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്യുന്നതിനേക്കാട്ടപ്പുറത്ത് ഒരു കലക്ടർ ചെയ്ത് കാണിച്ചപ്പോഴാണ് കലക്ടർ എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലേ, കലക്ടർ ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ. ഇപ്പം നമ്മൾ പറയല്ലോ, ഈ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എനിക്ക് തോന്നുന്നു TN ശേഷനാണെന്ന്, ശേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്ന പദം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ്. അർലേക്കർ വന്നപ്പോഴും അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന് പോയി എന്നുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ തന്നെ കലക്ടർ എന്ന് പറയുന്നൊരു പദം അദ്ദേഹത്തിന് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും, അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരാളായിരുന്നു ഈ കലക്ടർ. പക്ഷെ അത് ചില ജനപ്രതിനിധികൾക്കൊക്കെ അത്ര അങ്ങ് പിടിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്നും ചെയ്യൂല, ഞങ്ങളെക്കാൾ കയറി മോളിൽ ചെയ്യാൻ നീ ആരടാ എന്നുള്ള നിലപാടൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എൻ പ്രശാന്ത് മുന്നോട്ട് പോയത്. അപ്പോൾ എൻ പ്രശാന്തിന് നല്ല കഴിവുള്ള മനുഷ്യനാണ്, നല്ല ആളാണ്. പക്ഷേ അദ്ദേഹം സൈലൻ്റ് ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, സൈലൻ്റായി വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത്, എനിക്കിപ്പം സസ്പെൻഷൻ, എനിക്ക് കുറച്ച് ഫ്രീ ആയി വീട്ടിലിരിക്കാം, കുറച്ച് കൃഷിപ്പണി ചെയ്യാം, എനിക്ക് ടൈം കിട്ടട്ടെ, എനിക്ക് കുറച്ച് ടൈം ഫ്രീ ആയി തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ അടുത്തൊരു ചാനലിൻ്റെ ഒരു അഭിമുഖമൊക്കെ കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നിസ്സാര തെറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റിയേക്കാം. ആരാണ് തെറ്റ് പറ്റാത്ത ആളുകളുള്ളത്? പക്ഷേ വലിയ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ, അതായത് പണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. നമ്മുടെ ലക്ഷ്യം കാണാൻ വേണ്ടി ചെറിയ കള്ളങ്ങൾ പറയുന്നതൊന്നും പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ അദ്ദേഹം കള്ളം പറഞ്ഞൊന്നും അല്ലട്ടോ ഞാൻ പറഞ്ഞത്, ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു BJPയുടെ നേതാവൊക്കെയായി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്കൊക്കെ വന്ന് ഇവിടെ ഒന്ന് ശരിയാക്കാം, ഉടച്ചു വാർക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല മുന്നേറ്റമായിരിക്കും. അദ്ദേഹത്തെ അറിയാത്ത കുറേ ആളുകൾ വന്നിട്ട് അദ്ദേഹമേ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊന്നും അദ്ദേഹം മാസമൊന്നുമല്ല. മാസം എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഡയലോഗ് അടിച്ചുകൊണ്ടും മാസ് കാണിക്കാം, അല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടും മാസ് കാണിക്കാം.